അപ്പോൾ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, വേഗം ഒന്ന് കേട്ടോളൂ. എന്തൊക്കെയാണ് ശ്രുതി? അതായത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹാൾ ടിക്കറ്റും ഒപ്പം തന്നെ പേനും ഉണ്ടോ കയ്യിലുണ്ടെന്നുള്ള കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഡയഗ്രാം വരയ്ക്കാനുള്ള പെൻസിലും അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് പോവുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉത്തരക്കടലാസിൽ ആദ്യം തന്നെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക. മറ്റൊന്ന്, ഈ ചോദ്യങ്ങളുടെ ക്രമനമ്പർ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. ചോദ്യപേപ്പർ കിട്ടിയാൽ ശ്രദ്ധിച്ച് വായിക്കുക. കൃത്യമായ സമയക്രമീകരണത്തോട് തന്നെ പരീക്ഷ എഴുതാനുള്ള പ്ലാന് ഉണ്ടാക്കുക. അത് കൃത്യമായിട്ട് തന്നെയാണെന്ന് ഉള്ളത് ഉറപ്പുവരുത്തുക, അല്ലേ? അറിയാത്ത ചോദ്യങ്ങൾ ആലോചിച്ച് സമയം പാഴാക്കരുത്, പണ്ട് നമ്മളൊക്കെ ചെയ്ത പോലെ. അതെ, സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതിന്റെ പ്രശ്നമായിരുന്നു അത്. നമുക്ക് അറിയുന്നത് ഏതാണോ അതാണ് ആദ്യം എഴുതി കൃത്യം, പക്ഷെ അത് എഴുതുമ്പോൾ നമ്പർ കൃത്യമാണെന്നും കൂടി ഉറപ്പുവരുത്തണം. പിന്നെ ഈ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഈ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീട് ആലോചിച്ച് എഴുതാം. അറിയുന്നത് ആദ്യം എഴുതുമ്പോൾ ആത്മവിശ്വാസം കൂടും. അത് തന്നെയാണ് പറയുന്നത്, ബുദ്ധിമുട്ടെന്ന് തോന്നിയതും പതുക്കെ എളുപ്പമുള്ളതായേക്കാം. അതെ, അപ്പോൾ ഒപ്പം തന്നെ ഈ വിവരാത്മകമായ ചോദ്യങ്ങൾ പാരഗ്രാഫ് തിരിച്ചും ഒപ്പം തന്നെ തലക്കെട്ട് നൽകിയൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓരോ ഉത്തരങ്ങൾ എഴുതുമ്പോഴും ഒരു വരി വിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. മറ്റൊന്ന്, ഈ ഉത്തരക്കടലാസിന്റെ അവസാന വരികളിൽ പുതിയ ഉത്തരം എഴുതി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഉത്തരം തെറ്റിയാൽ അടുത്ത പേജിൽ ശരിയായ ഉത്തരം എഴുതിയ ശേഷം മാത്രം തെറ്റിയ ഉത്തരം വെട്ടിയാൽ മതി. പിന്നെ ഈ പരീക്ഷ എഴുത്ത് കഴിഞ്ഞ് ആ പേപ്പറിനെ കുറിച്ചുള്ള വിശകലനത്തിന് ഒരുപാട് നിൽക്കാതിരിക്കുന്നതായിരിക്കും സ്ഥിരം ചെയ്യുന്ന കാര്യം, ടെൻഷൻ കൂട്ടുന്ന കാര്യം. അതെ, ടെൻഷൻ കൂട്ടും. അത് ഈ വിശകലനം മുഴുവൻ പരീക്ഷയുടെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ. പക്ഷെ അത് ചെയ്യാതെ ഒരു ആശ്വാസം കിട്ടാറില്ല മിക്കവർക്കും. അത് ചെയ്യും, അല്ലെ? പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അതാണ്. അപ്പോൾ പരീക്ഷാ ദിവസങ്ങളിൽ കളിക്കാൻ പോകുന്നതും റിസ്ക് ഉള്ള ജോലികളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചില ടിപ്സുകൾ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓർത്തു വെച്ചോളൂ.